ഹലോ, ഗുഡ് മോർണിംഗ്. ജോസ് കാച്ചിപ്പള്ളി ഒഫീഷ്യലിലേക്ക് സ്വാഗതം. മലയാളിയുടെ ജനിതക ഘടന പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതാണ് എന്ന് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. കാരണം ലോകത്തിൽ മറ്റു ഒരു രാജ്യങ്ങളിലും ഇല്ലാത്തതുപോലെ അത്രയധികം സാമ്പത്തിക തട്ടിപ്പുകളിൽ മലയാളികൾ ചെന്ന് വീഴുന്നത് കാണുമ്പോൾ തോന്നുന്നതാണ്. മിക്കവാറും ദിനപത്രങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ മലയാളിയിൽ അകപ്പെട്ട തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ കാണാറുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തേക്ക്, മാഞ്ചിയം തുടങ്ങിയ ആ ഒരു തട്ടിപ്പ് പദ്ധതികളിൽ ആയിരുന്നു മലയാളിയുടെ ഈ സാമ്പത്തിക തട്ടിപ്പിനിരയാകുന്ന കഥകൾക്ക് കൂടുതൽ പത്രപ്രചാരം വന്നത് എന്ന് തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പല പേരുകളിൽ നാഗമാണിക്യം, റൈസ് കുള്ളർ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ അടുത്തിടെ ഉണ്ടായിരുന്ന പാതിവില തട്ടിപ്പ്, ഇതെല്ലാം ഒരു പക്ഷേ സൈബർ മേഖല മലയാളിയെ തട്ടിക്കാനായിട്ട് ശ്രമിക്കുന്നതിന് കുറച്ച് മുൻപായിരുന്നു. ഇപ്പോഴാണെങ്കിൽ സൈബർ മേഖല സജീവമായിട്ടുണ്ട്. ഇപ്പോഴത്തെ ഫാഷൻ സൈബർ തട്ടിപ്പുകളാണ്. അതിലും മലയാളി ചെന്ന് വീഴുന്നുണ്ട്. എത്ര പ്രാവശ്യം തട്ടിപ്പുകളിൽ പെട്ടാലും അല്ലെങ്കിൽ എത്രമാത്രം സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടാലും മലയാളി പഠിക്കുന്നില്ല. അല്ലെങ്കിൽ പിന്നെയും മലയാളികൾ അതേ തട്ടിപ്പുകളിൽ തന്നെ അല്ലെങ്കിൽ പുതിയ പുതിയ തട്ടിപ്പുകളിൽ ചെന്ന് പെട്ടുപോകുന്നു, അവരുടെ പണം നഷ്ടപ്പെടുത്തുന്നു. ഇത് ഒരു തുടർച്ചാ സംഭവമായിട്ട് വർഷങ്ങളായിട്ട് തുടരുന്ന ഒരു പ്രക്രിയയായിട്ട് അങ്ങനെ നീണ്ടുപോകുകയാണ്. മലയാളി ചെന്നപ്പെടുന്ന അല്ലെങ്കിൽ തട്ടിപ്പുകൾക്ക് തലവെച്ച് കൊടുക്കുന്ന ഈ ഒരു പരിപാടി അതിന് അടുത്ത കാലത്തൊന്നും അന്ത്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കൽ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞതുപോലെ, എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞ് തട്ടിപ്പുകാരെ തേടി മലയാളി തന്നെ നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന പോലെയാണ് കാര്യങ്ങൾ അരങ്ങേറുന്നത്. മലയാളിയുടെ ഈ ഒരു ശീലം വാസ്തവത്തിൽ ഇത്രമാത്രം പൈസ തട്ടിപ്പുകളിൽ പെടുത്തുന്നതിന് പകരം മലയാളിയുടെ പെട്ടെന്ന് പണക്കാരനാകണമെന്നുള്ള ആഗ്രഹത്തിന് ഏറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ ലോട്ടറികൾ എടുത്താൽ പോരെ. അത് ഇന്ത്യൻ ലോട്ടറിയോ വിദേശ ലോട്ടറിയോ ഒക്കെ വലിയ സംഖ്യകൾ കിട്ടുന്ന ലോട്ടറി എടുത്താൽ പോരെ. ലോട്ടറി അടിച്ചില്ലെങ്കിലും ചെറിയ പൈസയല്ലേ മലയാളിക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ. പക്ഷെ തട്ടിപ്പുകളിൽ അങ്ങനെയല്ലല്ലോ. തട്ടിപ്പുകളിൽ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോവുകയല്ലേ, ഒന്നും കിട്ടാതെ. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയതാണ്. എന്തായാലും മലയാളിയുടെ ഈ ഒരു രോഗത്തിന്, സാമ്പത്തിക തട്ടിപ്പുകളിൽ എളുപ്പം ചെന്ന് വീണു പോകുന്ന ഈ ഒരവസ്ഥയ്ക്ക് ഒരു പരിഹാരം അല്ലെങ്കിൽ അതിനുള്ള ഒരു ചികിത്സ എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക.